ഹിറ്റാച്ചി ഉപയോഗിച്ച് ചെളി ഇളക്കി മാറ്റി അതിലൂടെ വെള്ളം ഒഴുക്കി വിട്ട് ഹിറ്റാച്ചി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ നീക്കം. പുഞ്ചിരിമട്ടത്ത് നിന്ന് തുടങ്ങി ഉരുൾ ഒഴുകി വരുമ്പോഴുള്ള വലിയ വളവിൽ ആദ്യമായാണ് ഇന്ന് തെരച്ചിൽ നടത്തുന്നത്. വിവരങ്ങളുമായി ടി വി പ്രസാദ് ചേരുന്നു. ടി വി പ്രസാദ്, ഇപ്പോൾ പറഞ്ഞാൽ ഒരു മൗണ്ടൻ വെയറിംഗ് വിദഗ്ധനായി കഴിഞ്ഞിരിക്കുന്നു. ടി വി പ്രസാദ് ഇന്നലെ പുഞ്ചിരിമട്ടത്ത് ഏറ്റവും അറ്റത്തുള്ള വീട്ടിലാണ് പോയി ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് നമ്മൾ പറയുന്ന സ്ഥലത്ത് അവിടെ പോയി പലതവണ മല കയറി ഇറങ്ങി. ടി വി പ്രസാദിൻ്റെ വെയിറ്റ് ഒരു 10 കിലോ കുറഞ്ഞെന്ന് തോന്നുന്നു അല്ലേ ടി വി പ്രസാദ്? മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. ഗുഡ് മോർണിംഗ്. വെയിറ്റ് അല്ല അരുൺ പ്രശ്നം, കാലിൻ്റെ വേദനയാണ്. അതായത് ഈ നടക്കുന്ന സമയത്തേ ബൂട്ടിട്ട് ഒരു ദിവസം ബൂട്ടിട്ട് നോക്കിയ സമയത്ത് കാല് പറഞ്ഞു. അതുകൊണ്ട് അടുത്ത ദിവസം ചെരുപ്പാക്കുമ്പോഴുള്ള പ്രശ്നം ഈ ചെളിയും മണ്ണും കൂടി കയറിയിട്ട് നമ്മളിങ്ങനെ നടക്കുകയാണല്ലോ. ഓരോ സ്ഥലത്തും ചെളിയല്ല, അറിയാതെ നമ്മളൊന്ന് കാല് ചവിട്ടി പോയാൽ അത് താണു പോകും. സ്വാഭാവികമായിട്ട് ചെരുപ്പായി, അതിൻ്റെ ഉള്ളിൽ മണ്ണായി, ചെളിയായി, അങ്ങനെ കാലിൻ്റെ വേദനയാണ് വലിയ പ്രശ്നം. നമ്മുടെ ക്യാമറമാൻ വിനയനും നല്ല ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഈ നമ്മുടെ വണ്ടി ഒരുപാട് ദൂരം ഇട്ടിട്ട് വേണം ഇങ്ങോട്ടേക്ക് നടന്നു വരാൻ. ഇങ്ങോട്ടേക്കൊന്നും കയറ്റില്ല, കാരണം എന്ന് വെച്ചാൽ റോഡിന് വീതി കുറവാണല്ലോ. അപ്പം അവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള നടത്താണ്. അതായത് രാവിലെ നടന്ന് തുടങ്ങിയാൽ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ രാവിലത്തെ ഒരു നടത്താണ്. ഇന്ന് നമ്മൾ രാവിലെ 5 മണിക്ക് ഇറങ്ങിയാണ്. 5 മണിക്ക് ഇറങ്ങി ഇവിടെ എത്തുന്ന സമയത്ത് ഏതാണ്ട് 6:45 കഴിഞ്ഞു. അതായത് നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങി ഏതാണ്ട് 1.25 മണിക്കൂർ ആകെ എടുത്തു. അതാണ് ബുദ്ധിമുട്ട്. മറ്റ് എന്തായാലും സൂക്ഷിക്കണം. പ്രത്യേകിച്ച് നീരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇനി നടക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. നമുക്ക് പരിചയമില്ലാത്ത ചെളിയും മണ്ണും ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ചു പോവുക. വിനയനോടും പറയുക, സൂക്ഷിച്ചു പോവുക. പരമാവധി ബൂട്ട് പോലുള്ള എന്തെങ്കിലും സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കുക. ടി വി പ്രസാദും വിനയനും നമ്മുടെ വാർത്താ സംഘത്തിൽപ്പെട്ട എല്ലാവരും അല്ലാതെ ബുദ്ധിമുട്ടി പണിയെടുക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അത് പ്രേക്ഷകരും കാണുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ ഈ ത്യാഗവും ഈ വേദനയും ഒക്കെ കണ്ടാണ് അവരും നിങ്ങളുടെ റിപ്പോർട്ടിങ് അവർ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, വാർത്തകൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രസാദ്, ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമാക്കൂ. ഇപ്പോൾ ഹിറ്റാച്ചിയുടെ കാര്യം പറഞ്ഞു. പ്രശ്നമാണോ? എന്താ പ്രശ്നം? ചെളിയിൽ പുതയുന്നതാണോ കുഴപ്പം? അരുണെ അതെ അരുൺ, എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതാണ്. നമ്മുടെ ഉരുൾപൊട്ടൽ തുടങ്ങിയ ഭാഗം അതാണല്ലോ. ഇപ്പോൾ നല്ല കോടയൊക്കെ പുതച്ച് മനോഹരിയായി നിൽക്കുന്നുണ്ട്. അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഈ ഒഴുകി വന്ന വഴിയുണ്ടല്ലോ അരുൺ, ആ വഴിയിൽ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വളവാണ് ഈ കാണുന്നത്. വിനയൻ ഈ ഭാഗത്തേക്ക് പിടിച്ചാൽ ഈ വളവാണ്. അതായത് പുഞ്ചിരിമുട്ടത്തു നിന്ന് തുടങ്ങിയാൽ ആദ്യ വളവെന്ന് പറയുന്നത് മുണ്ടക്കൈയിലുള്ള ആ പള്ളിയുടെ വളവാണ്. പക്ഷേ ആ പള്ളിയുടെ വളവിൽ ഇങ്ങനെ തങ്ങി നിൽക്കാനുള്ള സാധ്യതയില്ല. കാരണം പള്ളിയുടെ ഒരു ഭാഗമടക്കം അവിടെയുള്ള മുഴുവൻ വീടുകളുമായി ഒഴുകി വന്നതാണ്. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം ചൂരൽമല എത്തുന്നതിന് മുമ്പുള്ള ഈ വളവിൽ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇവർ കാണുന്നുണ്ട്. കാരണം ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെ തടഞ്ഞു നിൽക്കുന്നു എന്നതാണ്. അതായത് അതുകൊണ്ട് ആ പുഞ്ചിരിമട്ടത്തു നിന്ന് തുടങ്ങി താഴേക്ക് വരുമ്പോൾ ആദ്യത്തെ വളവാണ് ഈ കാണുന്നത്. ഇതിൻ്റെ പ്രശ്നം അരുൺ, ഇവിടേക്ക് ആർക്കും ഇറങ്ങാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അരികിലേക്ക് പോകുമ്പോൾ തന്നെ ഏതാണ്ട് കാൽമുട്ട് വരെ ഉണ്ടായിരുന്നു. ഇവിടെ ഇറങ്ങിയ സന്നദ്ധ പ്രവർത്തകർ പറയുന്നത് ഈ കാണുന്ന ചളി ഒരാളോളം താഴ്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ ഇവിടെ ഹിറ്റാച്ചി ഇറങ്ങി, വിനയനി വഴി നമുക്ക് കാണിച്ചു കൊടുക്കാം. ഈ സൈഡ് അരികിലുള്ള വഴി ഇത് ഹിറ്റാച്ചി ഇറങ്ങാൻ ശ്രമിച്ചതാണ് അരുൺ, പക്ഷേ ഹിറ്റാച്ചി ഇറങ്ങാൻ കഴിയുന്നില്ല. ഇനിയിപ്പോൾ ഇവർ പുതിയൊരു തന്ത്രം പ്രയോഗിക്കുകയാണ്. മറുഭാഗത്തുകൂടി ഹിറ്റാച്ചി ഇറക്കിക്കൊണ്ട് ഈ ചെളി ഒന്ന് ഇളക്കിയിട്ട് ഇപ്പോൾ ഇന്നലെ ഇവർ ഇതിനു വേണ്ടി ചെയ്തത് ഈ കാണുന്ന വെള്ളമുണ്ടല്ലോ അരുൺ, ഇന്നലെ നമ്മൾ വരുമ്പോൾ ഈ വഴിയിലായിരുന്നില്ല. ഈ വെള്ളത്തിൻ്റെ ഗതി തിരിച്ചു വിട്ടു. അതായത് അപ്പുറമുണ്ടായിരുന്ന വെള്ളം ഈ ഭാഗത്തേക്ക് ഒഴുക്കി വിട്ടു. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഹിറ്റാച്ചി വെച്ച് ഇളക്കും. അപ്പോൾ സ്വാഭാവികമായി ചെളി ഒഴുകിപ്പോവും. അപ്പോൾ ഹിറ്റാച്ചിക്ക് കുറച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെ മുന്നോട്ട് വന്ന് നമുക്ക് ഈ ഭാഗത്ത് കാണുന്ന ഈ ചെളി പൂർണ്ണമായി മാന്തി നോക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം.